രാജ്യതലസ്ഥാനത്ത് കനത്ത ആക്രമം അഴിച്ചുവിട്ട് CJP ബാരിക്കേഡ് മറികടന്ന് പാർലമെന്റിലേക്ക് തള്ളിക്കയറാൻ നീക്കം. പോലീസിനെതിരെ കല്ലും ഇഷ്ടികയും വലിച്ചെറിഞ്ഞ ആക്രമണം. അതിനിടെ CJPയുമായി കേന്ദ്ര സർക്കാർ ചർച്ച ആരംഭിച്ച. വിശദാംശങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, കലാപം സൃഷ്ടിക്കാനുള്ള ഒരു നീക്കമാണ് CJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വ്യാപകമായ ആക്രമം തന്നെയാണ് അഴിച്ചുവിടുന്നത്, അല്ലേ? സുരേഷ്, ജന്തർ മന്ദിറിൽ വലിയ രീതിയിലുള്ള അക്രമമാണ് CJP അഴിച്ചുവിടുന്നത്. ഇതിലേക്ക് ദേശവിരുദ്ധ ശക്തികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പോലീസിനെയും അതേപോലെ തന്നെ കേന്ദ്ര സേനകളെയും ആക്രമിക്കുവാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇതിനിടയിൽ കേന്ദ്ര സർക്കാരുമായി CJP പ്രതിനിധികൾ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ആ ചർച്ച പരാജയം എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. തുടർന്നാണ് ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കുകയായിരുന്ന ഈ CJPയുടെ പ്രവർത്തകർ പാർലമെന്റ് ഭാഗത്തേക്ക് നീങ്ങാൻ ശ്രമം നടത്തിയത്. എന്നാൽ ബാരിക്കേഡ് തീർത്തുകൊണ്ട് ഇതിനെ തടയുവാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടായി. ഇത് കൂടുതൽ സംഘർഷത്തിലേക്ക് നയിക്കുകയായിരുന്നു. പോലീസ് നിൽക്കുന്ന ഭാഗത്തേക്ക് കല്ലുകളും ചെരുപ്പുകളും അതേപോലെ തന്നെ വടികളും എടുത്ത് എറിയുകയായിരുന്നു. തുടർന്ന് മറ്റ് നിവൃത്തിയില്ലാതെ പോലീസിനും RIFനും ലാത്തി പ്രയോഗിക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ലാത്തി ചാർജിൽ ചിലർക്ക് പരിക്ക് ഏറ്റിട്ടുണ്ട്. മാത്രമല്ല, പ്രസ് ക്ലബിന്റെ, അതായത് പല ഭാഗങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഈ ജന്തർ മന്ദിറിൽ മാത്രമല്ല, ഏതാണ്ട് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ പരിസരത്ത് നിന്നും ഈ പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും അതേപോലെ തന്നെ കണ്ണീർ വാതകവും പ്രയോഗിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ജന്തർ മന്ദിറിന്റെ മറ്റൊരു വശത്ത് സമാനമായ രീതിയിൽ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ വീണ്ടും കാര്യങ്ങൾ ഒരു സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ പ്രവർത്തകർ അവിടെ തമ്പടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണോ? അതായത് ബോധപൂർവം അക്രമം അഴിച്ചുവിടുക, പ്രകോപനം സൃഷ്ടിക്കുക, കലാപം സൃഷ്ടിക്കുക, അത്തരത്തിൽ ആസൂത്രിതമായ ഒരു നീക്കം നടത്തുമ്പോൾ ദേശവിരുദ്ധ ശക്തികളടക്കം ഇതിൽ നുഴഞ്ഞുകയറി മുതലെടുപ്പ് നടത്തുകയാണ് എന്നുള്ള വിലയിരുത്തലും ഉയരുകയാണല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ ആക്രമണത്തിലൂടെ അല്ലാതെ ഈ മാർച്ചോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളോ ഒന്നും വാർത്തകളിൽ ഇടം നേടുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മാർച്ചിനെ ഒരു അക്രമത്തിലേക്ക് തള്ളിവിടുവാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ പ്രവർത്തകർ നടത്തുന്നത്. ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് നീങ്ങാനാണ് പ്രവർത്തകർ ശ്രമിക്കുന്നത്. അതേസമയം പോലീസ് ശക്തമായ പ്രതിരോധം തീർക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും വലിയ രീതിയിലുള്ള ഒരു അക്രമത്തിലേക്ക് കാര്യങ്ങൾ വഴിവെക്കുന്നതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. വീണ്ടും ഒരുപക്ഷെ ഒരു ലാത്തിച്ചാർജിനുള്ള സ്ഥലം ഒരുങ്ങുന്നു. വലിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി വലിയ കല്ലും ഇഷ്ടികകളും ഒക്കെയായി പല ഭാഗങ്ങളിലായി CJP പ്രവർത്തകർ നിലയുറപ്പിച്ചിട്ടുണ്ട്. പോലീസിനെ ഇതുപയോഗിച്ചാണ് അവർ നേരിടുന്നത്. അതേസമയം ലാത്തി കൊണ്ടാണ് പോലീസ് മറുപടി പറയുന്നത്. CRPFന് പുറമെ RIFും അതേപോലെ തന്നെ ഡൽഹി പോലീസിന്റെ പ്രത്യേക സേനാ വിഭാഗങ്ങളും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. വലിയ പോലീസ് വിന്യാസം നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഒരു 3 ലെയർ പ്രൊട്ടക്ഷനാണ് ഇതുമായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രവർത്തകർ പാർലമെന്റിന്റെ ഭാഗത്തേക്ക് കടക്കാതിരിക്കുവാനുള്ള എല്ലാ നടപടികളുമാണ് പോലീസ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകൾ പരാജയമാണ്, അല്ലെങ്കിൽ ചർച്ചകൾ പരാജയത്തിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡുകൾ തള്ളിയിട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി ശ്രമിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ജന്തർ മന്ദിർ റോഡും കടന്ന് പ്രസ് ക്ലബിന്റെ ഭാഗത്തേക്കായിരിക്കും പ്രവർത്തകർ എത്തുക. അവിടെ നിന്നും പാർലമെന്റിലേക്ക് വളരെ ദൂരക്കുറവ് മാത്രം, അതായത് ഏതാനും മീറ്ററുകൾ മാത്രമാണ് പിന്നെയുള്ളത്. ഏതായാലും കനത്ത സുരക്ഷ ഈ ഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. ഒരു തരത്തിലും ഈ CJPയുടെ പ്രവർത്തകർക്ക് അവിടേക്ക് കടക്കുവാൻ ഒരു തരത്തിലും സാധിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ പ്രധാനമായും ഇതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കുന്നത്. ഇപ്പോൾ പല ഭാഗങ്ങളിലായി പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. സ്വാഭാവികമായും ബാരിക്കേഡുകൾ മറിച്ചിട്ടാൽ പ്രവർത്തകർക്ക് ഈ പാർലമെന്റ് ഭാഗത്തേക്ക് ഓടിക്കയറുവാൻ വളരെ എളുപ്പമാകും. എന്നാൽ ആ പരിസരങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വീണ്ടും തുടരുകയാണ്. വലിയ രീതിയിലുള്ള സംഘടിതമായ അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 100 കണക്കിന് പ്രവർത്തകരുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിലെ പല വിദ്യാലയങ്ങളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികളുണ്ട്. അതിൽ വ്യാപകമായി SFIയുടെയും അതേപോലെ തന്നെ ചില മുസ്ലിം
ഭീകരവാദ സംഘടനകളുടെയും ഭാഗത്തുനിന്ന് വീണ്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും ലാത്തി ചാർജ് RAF-ഉം ഡൽഹി പോലീസും CRPF-ഉം ചേർന്നുകൊണ്ടുള്ള ലാത്തി ചാർജുകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു. പ്രവർത്തകർ നാനാ വഴിയിലേക്ക് ചിതറി ഓടുകയാണ്. വലിയ രീതിയിലുള്ള അക്രമം നടത്തുവാൻ വേണ്ടി ഈ പ്രവർത്തകർ തുനിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ലാത്തി ചാർജിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഏതായാലും ഇവിടെ ഡൽഹി പോലീസും അതേപോലെ തന്നെ കേന്ദ്ര സേനകളും സംയമനം പാലിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്ലാത്ത പക്ഷം നേരത്തെ തന്നെ ഇത് കൂടുതൽ അക്രമാസക്തമാകുകയും അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടും ഉണ്ടാകാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിഞ്ഞിരുന്നില്ല. ഏതായാലും നിലവിൽ ഇപ്പോൾ വീണ്ടും ലാത്തി വീശുകയാണ്. ഈ ലാത്തി വീശുന്ന ഒരു അവസ്ഥയിൽ പ്രവർത്തകർ ചിതറി ഓടുന്നുണ്ട്. അങ്ങനെ പലർക്കും ഉരുണ്ടു വീണും മറ്റും വലിയ രീതിയിലുള്ള പരിക്ക് ഏൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ദീപക് അടക്കമുള്ളവർ ഈ സ്ഥലത്തുണ്ട്. ഒപ്പം തന്നെ CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവരും ഇവിടെയുണ്ട്. ഇവർക്ക് ഈ വേണ്ട, അതായത് എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നതിന് സമാനമായി ഈ പ്രവർത്തകർക്ക് കൂടുതൽ ആവേശം നൽകിക്കൊണ്ട് അവരെ കൂടുതൽ ഈ പാർലമെന്റിലേക്ക് തള്ളിക്കയറുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് ഈ നേതാക്കളാണ്. ഏതായാലും നേതാക്കളുടെ ഒരു സാന്നിധ്യം ഇവിടെ കൂടുതലായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ പ്രവർത്തകർ ഇതൊരു ഒരു വലിയ സംഘർഷഭരിതമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു അവസ്ഥയാണ്. ഈ സംഘർഷം ഇനി അത് ഏത് രീതിയിലേക്ക് ഇനി ഈ സംഘർഷം വഴിമാറുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. വലിയ ജനനിബിഡമായ ഒരു അന്തരീക്ഷം അവിടെയാണ് ഈ പോലീസിന് ലാത്തി ചാർജ് നടത്താൻ അവർ നിർബന്ധിതരാകുന്നത്. സ്വാഭാവികമായും വലിയ തിക്കും തിരക്കും അനുഭവപ്പെട്ടുകൊണ്ട് ഈ തിക്കും തിരക്കിലും പെട്ട് കൂടുതൽ ആൾക്കാർക്ക് പരിക്കേൽക്കുവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഏതായാലും ചർച്ചകൾ തുടരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കൂടുതൽ ഈ മേഖലയിലേക്ക് ഈ CJP പ്രവർത്തകർ പല ഭാഗങ്ങളിലായി കൂടുതലായി ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരെ നേരിടുവാൻ വേണ്ടി കൂടുതൽ സേനാ വിഭാഗങ്ങൾ ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതായാലും സംഘർഷഭരിതമായ ഒരു അവസ്ഥ നിലനിൽക്കുകയാണ്. നന്ദൻ പറഞ്ഞതുപോലെ തന്നെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു. ഈ സംഘർഷത്തിന് നേതൃത്വം നൽകുന്നത് CPM-ന്റെ നേതാക്കളാണ്. SFIയുടെ പ്രവർത്തകരുണ്ട്. മറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട സംഘടനകളുടെ നേതാക്കളും അണികളും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് ഏത് തരത്തിലായാലും വിധ്വംസക പ്രവർത്തനം നടത്തുക, ഇതിന്റെ പേരിൽ കൃത്യമായ മുതലെടുപ്പ് നടത്തുക, ഒരു കലാപം ബോധപൂർവ്വം സൃഷ്ടിക്കുക, അത്തരത്തിലുള്ള ഒരു കാഴ്ചകളാണ് രാവിലെ മുതൽ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ്. ഇന്ന് അത് കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടി വരിക ഇത്തരത്തിലുള്ള CPM നേതാക്കൾ അടക്കമാണ്. ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലേ? സുരക്ഷ CPM-ന്റെ നേതാക്കളുണ്ട്, അതേപോലെ തന്നെ സമാജ്വാദി പാർട്ടിയുടെ ചില നേതാക്കളുണ്ട്, തൃണമൂൽ കോൺഗ്രസിന്റെ ചില നേതാക്കളുണ്ട്. ഇങ്ങനെ നേതാക്കളൊക്കെ അണികളിൽ വലിയ രീതിയിലുള്ള ആവേശം നൽകുകയാണ് ഇത്തരത്തിൽ സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കുവാൻ വേണ്ടി. അതേപോലെ തന്നെ സമാധാനപരമായി നടക്കുന്ന സമരം, ആ സമരത്തെ കൂടുതൽ അക്രമാസക്തമാക്കുവാൻ വേണ്ടിയുള്ള നേതാക്കളുടെ ചില ആഹ്വാനങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് പ്രവർത്തകർ ഇപ്പോൾ അത് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പ്രവർത്തകർ ഇത്തരത്തിൽ അക്രമാസക്തമാകുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു തരത്തിലും ഈ സമരം എവിടെയും ഇടം പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിലെങ്കിലും ഈ സമരം ഇടം പിടിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സമരത്തെ അക്രമാസക്തമാക്കേണ്ടത് ആക്കണം എന്നുള്ളതാണ് ഇവർ നോക്കിക്കാണുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരം ആക്രമങ്ങൾ അഴിച്ചുവിടുന്നത് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. ഏതായാലും CPM-ന്റെ അടക്കം നേതാക്കന്മാർ ഇവിടെയുണ്ട്. മാധ്യമങ്ങൾക്ക് നേരെ പോലും ഈ CJP പ്രവർത്തകർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. മോദി മാധ്യമങ്ങൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ പോലും ആക്രമിക്കുവാൻ വേണ്ടി ഇവർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഏതായാലും വലിയ രീതിയിൽ പോലീസ് വലിയ ബലം പ്രയോഗിച്ചുകൊണ്ട് ഈ മാർച്ചിനെ തടയാൻ ശ്രമിക്കുകയാണ്. ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട്, 3 ലെയറായി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഇതൊരു കൂടുതൽ സംഘർഷങ്ങളിലേക്കും മറ്റും പോകുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഇവിടെ വിദ്യാർത്ഥികളുടെ ഒരു സാന്നിധ്യം കൂടുതലായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായും ഒരു വലിയ അക്രമത്തിലേക്കും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ദുരന്തമാകാനുള്ള ഒരു സാധ്യത കൂടി തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇവിടെ ഈ പോലീസ് ലാത്തിചാർജ് നടത്തുന്നതനുസരിച്ച് ജനങ്ങൾ ഒരു ഭാഗത്തേക്ക് പോകുന്നു. ജനങ്ങൾ അങ്ങനെ തിക്കിലും തിരക്കിലും പെട്ട് ഉരുണ്ടു വീഴുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇവരെ വളരെ സംയമനം പാലിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് ഇതിനെ നേരിടുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേ
അതേസമയം തന്നെ വലിയ സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. വലിയ രീതിയിൽ കട്ടയും അതേപോലെ തന്നെ കല്ലുകളും വടികളും ഒക്കെ ധാരാളമായി പോലീസിന് നേരെ എറിയുന്നുണ്ട് സമരക്കാർ. എന്നാൽ പോലീസ് അതായത് നന്ദൻ, സമാധാനപരമായ ഒരു സമരമായിരുന്നു, പ്രതിഷേധമായിരുന്നു ഇവർ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കല്ലും വടികളും ആയുധങ്ങളുമായി അവിടെ എത്തേണ്ട കാര്യമില്ല. അതായത് ബോധപൂർവം കൃത്യമായ രീതിയിലുള്ള അജണ്ട നടപ്പാക്കണം. ഇങ്ങനെ കലാപം സൃഷ്ടിച്ച് ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഒരു നീക്കം മറ്റൊരു തരത്തിലും പൊതുസമൂഹം ഈ പ്രതിഷേധത്തെ കാണുന്നില്ല. ആ സമരത്തെ പൊതുസമൂഹം അവഗണിക്കുകയാണ് ചെയ്തത്. നേരത്തെ നന്ദൻ പറഞ്ഞതുപോലെ തന്നെ CPM-ന്റെയും സമാജ്വാദി പാർട്ടിയുടെയും അങ്ങനെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെയും ഒപ്പം ഈ ജിഹാദി ശക്തികളുടെയും ഒരു തരത്തിലുള്ള സംരക്ഷണം, അല്ലെങ്കിൽ അവർ തന്നെയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്, ഫണ്ടിങ് അടക്കം പണമടക്കം ചെലവഴിക്കുന്നത് അവരാണെന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അത് സാധൂകരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലേ? തീർച്ചയായിട്ടും നേരത്തെ തന്നെ സസ്യാന്വേഷണ വിഭാഗം അത്തരം റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. ഇവിടെ ഇടയിലേക്ക് വലിയ രീതിയിൽ രാഷ്ട്രവിരുദ്ധ ശക്തികൾ നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഒരുപക്ഷെ അങ്ങനെ രാജ്യവിരുദ്ധ ശക്തികൾ ഇതിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഫലമായിട്ടാണ് സമാധാനപരമായി നടന്നിരുന്ന ഒരു മാർച്ച് അല്ലെങ്കിൽ സമാധാനപരമായി നടന്നിരുന്ന ഒരു പ്രതിഷേധം അതിപ്പോൾ അക്രമങ്ങളിലേക്കും മറ്റും വഴിമാറുന്നത് എന്നുള്ളതാണ് നോക്കിക്കാണിക്കുന്നത്. ഇതിനെ നേരിടുവാൻ വേണ്ടി പരമാവധി പോലീസും മറ്റും സംയമനം പാലിക്കുന്നുണ്ട്. എന്നാൽ പോലീസിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഈ പോലീസിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഈ സംഘർഷങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും അതിനെ വളരെ സംയമനത്തോടുകൂടി ആണ് പോലീസും മറ്റും നേരിടുന്നത് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. രാജ്യതലസ്ഥാനത്ത് കനത്ത ആക്രമം അഴിച്ചുവിട്ട് CJP ബാരിക്കേഡ് മറികടന്ന് പാർലമെന്റിലേക്ക് തള്ളിക്കയറാൻ നീക്കം നടക്കുകയാണ്.